വിശ്വാസം, വിമോചനം, മുന്നേറ്റം എന്ന പ്രമേയത്തെ അധികരിച്ച് 2008 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നീലഗിരി ഉൾപ്പെടെ 15 ജില്ലകളിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ സമ്മേളനങ്ങളോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കുന്ന പ്രമുഖ പണ്ഡിതരുടെ വീഡിയോ CD പ്രഭാഷണം. مرحبا مرحبا جد الحسيني مرحبا يا نور العين مرحبا 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 جد الحسيني مرحبا يا نور العين مرحبا سركار قيامت محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة العليا وابعثه مقاما محمودا الذي وعد وزدنا علما نافعا وعملا مقبولا ورزقا حلالا طيبا وإلى أرواح آبائنا وأمهاتنا وأقربائنا وأساتذتنا وأزواجنا وأمهاتنا بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا صدق الله مولانا العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي അഭിവന്യരായ കോടമ്പുഴ ബാബ ഉസ്താദ് അവർകളെ, മറ്റു പണ്ഡിതരെ, സഹോദര സഹോദരിമാരെ, പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സംരംഭം അവൻ്റെ പൊരുത്തത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് ചെയ്യുന്ന എളിയ എളിയ സേവനങ്ങളിൽ ദാറുൽ മആരിഫ് മുന്നോട്ട് വച്ച മഹത്തായ ഒരു സേവനമായി അള്ളാഹു ഇത് അംഗീകരിക്കുമാറാകട്ടെ. ദിവസങ്ങളായി നടന്നുവരുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ കേരളത്തിൽ തലയെടുപ്പുള്ള പ്രശസ്തരായ പണ്ഡിതരായ വാഗ്മികൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് സക്കാത്ത് ശേഖരണവും വിതരണവും എന്നതാണ് സംസാരിക്കുന്ന വിഷയം. പണം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ്. പണമില്ലാതെ, സമ്പാദ്യമില്ലാതെ ഒരു സംഗതിയും ലോകത്ത് ചെയ്യാൻ സാധിക്കുകയില്ല.
പണം ഇഷ്ടാനുസാരം സമ്പാദിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് പണമുണ്ടായിക്കൂടാ, പണം സമ്പാദനം പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ സമ്പാദിക്കുന്നത് ഉടയതമ്പുരാന്റെ നിയമാനുസൃതമായിരിക്കണം. ചെലവഴിക്കുന്നത് ഉടയതമ്പുരാന്റെ കൽപ്പന പ്രകാരവും നിർദ്ദേശം മാനിച്ചുകൊണ്ടും മാത്രമായിരിക്കണം. ഈ രണ്ട് വ്യവസ്ഥയും വളരെ കാർക്കശ്യത്തോടെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ധനസമ്പാദനം അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ മാത്രമാകണം. അള്ളാഹു നിരോധിച്ചിട്ടുള്ള ഒരു വഴിയിലും ഒരു മുക്കാൽ ഉണ്ടാക്കാൻ പാടില്ല. ചിലവ് ചെയ്യുന്നതും ഉടയതമ്പുരാന്റെ കൽപ്പന പ്രകാരം മാത്രമേ പാടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ പണത്തിൻ്റെ ഉടമ അള്ളാഹുവാണ്. മനുഷ്യൻ അതിൻ്റെ സൂക്ഷിപ്പുകാരനും കൈകാര്യകർത്താവും മാത്രമാകുന്നു. അള്ളാഹുവാണ് പണത്തിൻ്റെ ഉടമ. ആ ഉടമസ്ഥനായ അള്ളാഹു ധനം ചില ആളുകളെ കൈവശം കൊടുക്കും, ചില ആളുകളെ കൈവശം തീരെ കൊടുത്തിട്ടില്ല. ധനം കയ്യിൽ കിട്ടിയ ആളുകൾ അത് ഒരു വശത്ത് കുന്നുകൂടി അവർക്ക് മാത്രം സുഖിക്കാനും ഭുജിക്കാനുമുള്ളതാക്കി മാറ്റിവെക്കാതെ ആരുടെ കൈവശമാണോ ഉടയതമ്പുരാൻ പണം കൊടുക്കാത്തതെങ്കിൽ അവർക്ക് ചെലവഴിച്ച് നിശ്ചിതമായ നിർബന്ധ വിഹിതവും ഐച്ഛിക വിഹിതങ്ങളൊക്കെ നൽകി ഉള്ളവരെയും ഇല്ലാത്തവരെയും ഒരുമിപ്പിച്ച് ജീവിപ്പിക്കാനുള്ള നിയമവ്യവസ്ഥയാണ് ഉടയതമ്പുരാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പണത്തിന്റെ ഉടമ അള്ളാഹുവാണ്, നാം ആരുമല്ല. ഇന്ന് ഒരാളുടെ കൈവശം കാശുണ്ടെങ്കിൽ ളില്ലുൻ സായിലുൻ എന്നാണ് പണത്തെ സംബന്ധിച്ച് പണ്ഡിത പരാമർശം. അത് നിഴല് പോലെയാണ്. ഇന്ന് ഇങ്ങോട്ട് നിൽക്കും, നാളെ വേറൊരാളെ കൈവശം നിൽക്കും. ഇന്നൊരാൾ പണക്കാരനാണെങ്കിൽ നാളെ അയാൾ പാപ്പറാകാം. ഇന്ന് പാപ്പറായി ചെരുപ്പ് കുത്തിയായി നടന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരനുമാകാം. രണ്ടും ഉടയതമ്പുരാൻ വെച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. നോക്കൂ, നിങ്ങൾ ഒരു മാർക്കറ്റിൽ രണ്ടാളുകൾ കച്ചവടം തുടങ്ങി. രണ്ടാൾക്കും കച്ചവടത്തിൽ വലിയ താല്പര്യവും വലിയ ഐഡിയകളും കച്ചവടം നടത്താനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അറിയാം. ഒരേ സംഖ്യയിട്ട് ഒരേ കച്ചവടമോ രണ്ട് കച്ചവടമോ രണ്ട് വ്യത്യസ്തങ്ങളായ കച്ചവടം ഒരു മാർക്കറ്റിൽ രണ്ടാൾ തുടങ്ങി. ഒരാളെ കടയിൽ കച്ചവടമുണ്ട്, പണമുണ്ടാകുന്നുണ്ട്, മറ്റേയാൾ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്നു. എവിടെയാണ് തകരാറ് സംഭവിച്ചത്? കാശ് മുടക്കാഞ്ഞിട്ടാണോ? അല്ല. ബിസിനസിന്റെ ഐഡിയ അറിയാത്തത് കൊണ്ടാണോ? അതുമല്ല. ഉടയതമ്പുരാൻ അല്ലാഹു തആല ഇദ്ദേഹത്തിന്റെ കൈവശം കൊടുത്തില്ല, അങ്ങേർക്ക് കൊടുത്തു. ഇതാണ് അതിന്റെ ആകത്തുക. തമൂത്തുൽ ഉസുദു ഫിൽ ആജാബി ജുഅ വലഹമുല്ലൈനി തഅകുലുൽ കിലാബു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഒരു കവിതയുണ്ട്. അദ്ദേഹം പാടി, തമൂത്തുൽ ഉസുദു ഫിൽ ആജാബി ജുഅ. സിംഹം അതിന്റെ മടകളിൽ ഒരു സാധനവും ആഹരിക്കാൻ കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തുപോകുന്നു. ഹിംസ്രജീവിയാണ് സിംഹം. ഏത് ജീവികളെയും വേട്ടയാടി പിടിക്കാനും കടിക്കാനും തിന്നാനൊക്കെ കഴിവുള്ള ജീവിയാണ്. പക്ഷേ ഒരാഹാരവും കിട്ടാതെ പട്ടിണി കിടന്ന് ചാകുന്നു. അതേസമയം വലഹമുല്ലൈനി തഅകുലുൽ കിലാബു. തെരുവ് പട്ടികൾ, തെരുവുകളിൽ ഓരിയിട്ട് നടക്കുന്ന തെരുവ് നായ്ക്കൾ, ആ പട്ടികൾക്ക് ആഹാരം കിട്ടുന്നുണ്ട്, മാംസം കിട്ടുന്നുണ്ട്, ആട്ടിനിറച്ചി കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഉടയതമ്പുരാൻ വെച്ചിട്ടുള്ള വിധിയാണ്. കഴിവും യോഗ്യതയും ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് ജീവിത വിഭവങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു കഴിവുമില്ലാത്ത ദുർബലരായ ജീവികൾക്ക്, ആളുകൾക്ക് അല്ലാഹു തആല ജീവിത വിഭവങ്ങൾ ധാരാളമായി കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ ഒരു അടിസ്ഥാനപരമായി ഒരു കാര്യം നാം മനസ്സിലാക്കുക, പണം പടച്ച തമ്പുരാൻ നമ്മുടെ കൈവശം തന്നിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കുവാനാണ്. ചില ആളുകളുടെ കൈവശം കൊടുക്കാത്തത് അവരെയും പരീക്ഷിക്കാനാണ്. പണത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അത് ചില ആളുകളെ കൈവശം കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കുന്നില്ല. കൊടുത്തവരോട് പറഞ്ഞു, തീരെ ഇല്ലാത്തവരെ നീ പരിഗണിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ. ധനം ശേഖരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാം. പക്ഷേ അത് ഇസ്ലാമികമായി മൂല്യവത്താകണം. അള്ളാഹുവും റസൂലും അനുവദിച്ചിട്ടുള്ള മാർഗം മാത്രമാകണം. വഞ്ചിച്ചുകൊണ്ട് കാശുണ്ടാക്കാവതല്ല, തട്ടിപ്പ് നടത്താവതല്ല, കട്ടുകൊണ്ടുവരാവതല്ല, പലിശ കൊടുത്തുകൊണ്ടോ വാങ്ങിക്കൊണ്ടോ പണമുണ്ടാക്കാവതല്ല, കൈക്കൂലി വാങ്ങാവതല്ല, സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് പണമുണ്ടാക്കാവതല്ല. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പണമുണ്ടാക്കിയാൽ ആ പണം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവുകയില്ല. ഇസ്ലാം അതിന് യാതൊരു വിലയും നിലയും കൽപ്പിക്കുന്നില്ല. പണം ഉണ്ടാക്കണമെന്ന ഒരു വല്ലാത്ത ഒരു ചിന്ത, പണമുണ്ടാക്കണമെന്ന ത്വര ചില ചെറുപ്പക്കാരുടെ ആളുകളെ മനസ്സിലങ്ങ് കയറിയാൽ എന്തു തട്ടിപ്പും നടത്തിയിട്ട് കാശുണ്ടാക്കുന്ന പ്രവണതകൾ നാം കാണാറുണ്ട്. കച്ചവടക്കാരനാകട്ടെ, ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള കച്ചവടമല്ല പലരും നടത്തുന്നത്. പലരും തട്ടിപ്പിന്റെ കച്ചവടം നടത്തി കാശുണ്ടാക്കലുണ്ട്. പെട്രോൾ പമ്പ് നടത്തുന്ന ആളുകൾ, ഒരു വണ്ടിയുമായി ഒരു കാറുകാരൻ അയാളെ കാറിൽ പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് അങ്ങോട്ട് ചെന്ന് വണ്ടി നിർത്തിക്കൊടുത്താൽ 10 ലിറ്റർ പെട്രോൾ അടിക്കുന്നതിന് കാശ് വാങ്ങിയാൽ 10 ലിറ്റർ പെട്രോൾ അടിച്ചു കൊടുക്കണം. പക്ഷേ പല പെട്രോൾ പമ്പിലും ചെന്നാൽ 10 ലിറ്റർ കാറിൽ വീഴുകയില്ല, മീറ്ററിൽ 10 ലിറ്റർ ആയിട്ടുണ്ടാകും, വണ്ടിയിൽ 10 ലിറ്റർ പെട്രോൾ വീണിട്ടുണ്ടായിരിക്കയില്ല. എന്താണ് അതിന് കാരണം? മീറ്റർ കള്ളത്തരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സമ്പാദ്യമുണ്ടാക്കാൻ പാടില്ല. ഒരു കടയിൽ ഒരു മുതലാളി ഒരു തൊഴിലാളിയെ ഏൽപ്പിച്ചുകൊണ്ട് എങ്ങോ പോയി. മുതലാളി തിരിച്ചു വരുമ്പോഴത്തേക്ക് മുതലാളി അറിയാതെ, മുതലാളിക്ക് ഇഷ്ടമില്ലാതെ, അയാളെ അനുവാദമില്ലാതെ, അങ്ങേരുടെ പൊരുത്തമില്ലാതെ ഒരൽപ്പം പണമെടുത്ത് പോക്കറ്റിൽ വെച്ചാൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാശാണ്. ഈ വിധത്തിൽ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത ഒരു മാർഗേണയും ധനം സമ്പാദിക്കാൻ പാടില്ല. എന്നാൽ ധനം പടച്ച തമ്പുരാൻ ചില ആളുകളെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്നുകൊണ്ട് നിർബന്ധമായും സുന്നത്തായും സാധുക്കളായ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കണം. നിർബന്ധമായും സഹായിക്കുക എന്നതിന്റെ പേരാണ് സക്കാത്ത്. അപ്പൊ പിന്നെ ഉടമസ്ഥനായ അള്ളാഹു അവന്റെ ധനം ചില ആളുകളെ കൈവശം കൊടുത്ത് വേറെ ചില ആളുകൾക്ക് അത് നിർബന്ധമായും വിതരണം ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ എന്തൊക്കെ സാധനത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ നിയമങ്ങളെല്ലാം അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരണം. നമ്മുടെ കയ്യിൽ കാശുണ്ട്, എല്ലാ കാശിനും എല്ലാ പണത്തിനും എല്ലാ സമ്പാദ്യത്തിനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഈ രാജ്യത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട്, എല്ലാ സാധനത്തിനും സക്കാത്ത് കൊടുക്കണം എന്ന വാദം ശരിയല്ല. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. മുമ്പൊരു മൗലവി സാഹിബ് ഉണ്ടായിരുന്നു, ചേകനൂർ എന്നറ്റ പേര് പറഞ്ഞിട്ട്. അയാൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു, ഭൂലോകത്ത് മുളച്ചു പൊന്തിയ എല്ലാത്തിനും. അപ്പൊ ആരോ ചോദിച്ചു, മൗലവി എന്നാ ആളുകളെ മേത്ത് മുളച്ചു പൊന്താണല്ലോ താടി മീശൊക്കെ, അതിനൊക്കെ സക്കാത്ത് കൊടുക്കണോന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, അതല്ലേ ഞാൻ താടി വടിക്കാൻ പറഞ്ഞത്, താടി വടിക്കണം ഇല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്ന വാദക്കാരനുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നിയമം അള്ളാഹു ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് ഏതെല്ലാം ധനത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂല് മുഖേന അള്ളാഹു ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ധനത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് കൊടുത്തേ മതിയാകൂ.
ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അവകാശികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. അവർക്കാണ് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് കൊടുത്തവർ രക്ഷപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മറിച്ചാൽ നിരവധി സ്ഥലങ്ങളിൽ സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്ന് കാണാം. നിരവധി സ്ഥലങ്ങളിൽ ഖുർആനിൽ സക്കാത്ത് കൊടുക്കണം എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് സക്കാത്ത്, എന്താണ് സക്കാത്ത്, എങ്ങനെയാണ് സക്കാത്ത്, ഇതൊക്കെയും നാം വിശദമായ ഖുർആനും ഹദീസും മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് വിശദമായി പഠിക്കാത്തത് കൊണ്ട് അബദ്ധം പിണഞ്ഞു പോയ ചില കക്ഷികളുണ്ട് കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമിക്കാർ, മുജാഹിദുകൾ. ഇൻഷാ അല്ലാഹ് എന്താണ് അവർക്ക് പിണഞ്ഞിട്ടുള്ള അബദ്ധമെന്നും ആ അബദ്ധം കൊണ്ട് സമൂഹത്തിലുള്ള പ്രശ്നം എന്താണെന്നും വഴിയെ നമുക്ക് നോക്കാം. നോക്കുക, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു, സകാത്ത് വളരെ നിർബന്ധമായ കടമയാണ്, വലിയൊരു ഇബാദത്താണ്. ഏതെങ്കിലും സാധുക്കളെ സഹായിക്കലല്ല ഇത്. അല്ലാഹു പറഞ്ഞ സാധനങ്ങൾക്ക്, അല്ലാഹു പറഞ്ഞ അളവിൽ, അല്ലാഹു പറഞ്ഞ അവകാശികൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ട ബാധ്യത യഥാവിധി നിറവേറ്റുമ്പോഴാണ് അല്ലാഹുവിന് വഴങ്ങിയ ഇബാദത്തെടുത്ത സജ്ജനങ്ങളായി തീരുക. അങ്ങനെ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കേണ്ട എത്രയെത്ര ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. സക്കാത്തിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സക്കാത്തിന്റെ വിതരണവും അതിന്റെ ശേഖരണവുമാണല്ലോ എൻ്റെ വിഷയം. എങ്കിലും ചുരുക്കത്തിൽ ഞാനൊന്ന് പറയട്ടെ. സക്കാത്ത് കൊടുക്കാൻ അർഹരായ എത്രയോ മുതലാളിമാര് നമ്മുടെ നാട്ടിലുണ്ട്. റമദാൻ അങ്ങോട്ടാകുമ്പോൾ എന്തെങ്കിലും ചില്ലറ നക്കാപ്പിച്ച മാത്രം എടുത്ത് സാധുക്കൾക്ക് കൊടുത്തുകൊണ്ട് ഞാൻ വലിയ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്ന് കാണിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ചില മുതലാളിമാർ വളരെയധികം സൂക്ഷ്മതയോടെ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി കണക്കിട്ട് യഥാവിധി അവകാശികളെ തേടിപ്പിടിച്ച് യഥാവിധി സക്കാത്ത് കൊടുക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അധിക ആളുകളും അജ്ഞരാണ്. തെരുവുകളിലും അങ്ങാടികളിലും ടൗണുകളിലും ഒക്കെ നടക്കുന്ന കച്ചവടക്കാർ പലരും കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവരാണ്. പല കച്ചവടക്കാരും കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവരാണ്. അല്ലാഹു തആല 8 വിഭാഗം ആളുകൾക്ക് 8 വിഭാഗം ധനത്തിൽ നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ള സംഗതിയാണ് സക്കാത്ത്. ഒന്ന് സ്വർണം, വെള്ളി, 2 മുഖ്യാഹാരങ്ങളായ സാധനങ്ങൾ, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നും മുഖ്യാഹാരം. തേങ്ങ ഭക്ഷ്യപദാർത്ഥമാണ്, മാങ്ങ ഭക്ഷ്യസാധനമാണ്, കടുക്, ജീരകം, പച്ചക്കറികൾ, ഇതൊക്കെയും ഭക്ഷ്യപദാർത്ഥങ്ങളാണെങ്കിലും അതും മനുഷ്യന്റെ മുഖ്യാഹാരമല്ല. ചേരുവകളോ കറികളോ ഒക്കെയായി ഉപയോഗിക്കുന്നവ മാത്രമാണ് മുഖ്യാഹാരം. മുഖ്യാഹാരം 3. കാലിസമ്പത്ത് ലോകത്ത് വലിയൊരു സമ്പത്താണ്. നമ്മളെ കേരളത്തിൽ മാത്രമേ കാലിസമ്പത്തില്ലാത്തുള്ളൂ. കേരളത്തിന്റെ കാലാവസ്ഥ അതിന് അനുകൂലമല്ല. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും കാലിസമ്പത്ത്, ഒട്ടകങ്ങളുടെ മുതലാളി, ആയിരക്കണക്കിന് ആടുകളുള്ള മുതലാളി, ആയിരക്കണക്കിന് പശുക്കളെ വളർത്തുന്ന മുതലാളി. ഇവിടുന്ന് ചില ആളുകളൊക്കെ വിസ എടുത്ത് ഗൾഫിൽ പോകലുണ്ട്. ചോദിച്ചാൽ എന്താ പറയാ, എനിക്കെന്താ, നിനക്കെന്താടാ ജോലി എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് ആടുകളെ മേക്കലാടുകൾ പറയും. മുതലാളിക്ക് കുറെ ആടുകളുണ്ട്, ആ ആടുകളെയുമായി മരം പ്രദേശത്തേക്ക് പോകലാണ്. അങ്ങനെ ആട്, മാട്, ഒട്ടകം എന്നീ 3 കാലിസമ്പത്തിൽ അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. സ്വർണം, വെള്ളി, മുഖ്യാഹാരമായ ഭക്ഷ്യപദാർത്ഥം, ആട്, മാട്, ഒട്ടകം. ഇപ്പോൾ 6 ഇനി പഴവർഗ്ഗങ്ങളിൽ നിന്ന് കാരക്ക, മുന്തിരിങ്ങ, ഇങ്ങനെ
8 ഇനം സാധനങ്ങളിൽ നിശ്ചിതമായ അളവുകൾ എത്തിയാൽ, നിശ്ചിതമായ വർഷം തികഞ്ഞാൽ, വർഷം തികയേണ്ടതും തികയാൻ ആവശ്യമില്ലാത്തതും ഒക്കെയും വിശദമായ പഠനത്തിലുണ്ട്. 8 വിഭാഗം ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള 8 വിഭാഗം ജനങ്ങളിൽ ആരാണോ ഉള്ളത് അവർക്ക് നൽകുന്ന വിഹിതമാണ് സക്കാത്ത്. അപ്പോ നോക്കൂ നിങ്ങൾ, 85 ഗ്രാം പ്യൂർ സ്വർണം, ചെമ്പ് ചേർക്കാത്ത 85 ഗ്രാം സ്വർണം ഒരു മനുഷ്യന്റെ കൈവശം ആഭരണമല്ലാതെ ഒരു വർഷം ഇരുന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളി ഇപ്പറഞ്ഞതുപോലെ ആഭരണമല്ലാതെ ഒരു വർഷം ഒരാളുടെ കൈവശം സൂക്ഷിപ്പ് ധനമായി ഇരുന്നാൽ അതിനും 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾ ഗൾഫിൽ നിന്ന് വരുമ്പോ 10 പവനോ 11 പവനോ ഉള്ള ഒരു സ്വർണ്ണ തങ്കത്തിന്റെ കട്ടി, തങ്കത്തിന്റെ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരുന്നു. അത് കൊണ്ടുവന്ന് ഭാര്യയുടെ കൈവശം സൂക്ഷിക്കാൻ കൊടുത്തു. 1 കൊല്ലം വീട്ടിലിരുന്നു. എന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആഭരണമായി ഉപയോഗിക്കുന്നതാണെങ്കിൽ സക്കാത്തില്ല. പക്ഷേ ആഭരണമായി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആഭരണം ഹലാലായ ആഭരണമുണ്ട്, ഹറാമായ ആഭരണമുണ്ട്, കറാഹത്തായ ആഭരണമുണ്ട്. കറാഹത്തോ ഹറാമോ ആയ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് ആ സ്ത്രീയുടെ കുടുംബം, കൂട്ടുകാർ, നാട്ടുകാർ, കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ അവരുടെ പതിവ് എത്രയാണോ ആഭരണം ധരിക്കാറ് എങ്കിൽ അത്രയും ആഭരണം ഒരു പെണ്ണിന് ഹലാലാണ്. അതിൽ കവിഞ്ഞ ആഭരണം ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. സ്വർണത്തിന് വില ഇങ്ങനെ കൂടി 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 വരികയാണ്, വമ്പിച്ച വിലക്കയറ്റം. എന്നാലും നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങുക, ശേഖരിക്കുക, വിവാഹത്തിന് വേണ്ടി സ്വർണത്തിന് വില പേശുക എന്നത് ഒരു പ്രശ്നമേ അല്ല. ചെറ്റപ്പുരയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും മുകളിൽ കാശ് മുടക്കി ഓട് വാങ്ങി മേഞ്ഞ് താമസിക്കാൻ കഴിയാത്ത ചെറ്റപ്പുരയിലെ ചാളപ്പുരയിലെ പെൺകുട്ടിയാണെങ്കിൽ പോലും അവളെ കല്യാണം കഴിക്കുമ്പോൾ ചോദിച്ചു വരുന്നത് 75-80 പവൻ സ്വർണ്ണാഭരണമാണ്. ആരാ വരുന്ന ആള്? വരുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ ഒരു ജോലിയില്ല എന്നുള്ളതാണ്. ഒരു തൊഴിലും പണിയുമില്ലാത്ത ആള്. എന്തെങ്കിലും തൊഴിലോ പണിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇത് മുഴുവനും വാങ്ങിക്കൂട്ടുന്ന സഹോദരി, ഇത് ഇത്രയോ അധികമായി. ഇത് സാധുക്കളുടെ കഥ. ധനികന്മാരാണെങ്കിലോ ധനാഢ്യരുടെ മക്കളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ, കെട്ടിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സ്വർണം 200-100 പവനാണ്. 100 ഇപ്പൊ ഇല്ല, 150-200 ഇത്രയധികം സ്വർണം ഒരു പെൺകുട്ടിയിട്ട് നടക്കുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും കുറച്ചൊക്കെ സ്വർണം ആ പെണ്ണിടും, ബാക്കി കൊണ്ടുപോയി ബാങ്കിലെ ലോക്കറിൽ വെക്കലാണ്. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചേലാമ്പ്രയിൽ ബാങ്ക് കുത്തി തുറക്കാൻ കള്ളം വന്നത്. കള്ളനൊക്കെ നല്ല സൗകര്യമായി, ഒരുപാട് വീട്ടിൽ പോണ്ട, ബാങ്കിൽ ഒരു ബാങ്കിലാണ് പോയാൽ എല്ലാ വീട്ടിലും സ്വർണ്ണം അവിടെ നിന്ന് കിട്ടി. അപ്പോ നോക്കൂ, സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഉപയോഗിക്കാൻ എത്രയാണോ എങ്കിൽ അതിനേക്കാൾ അമിതമായ സ്വർണമാണെങ്കിൽ, സ്വർണ്ണാഭരണമായാലും ആ ആഭരണം ഹലാലോ ഹറാമോ കറാഹത്തോ എന്ന് വിലയിരുത്തണം. ഹറാമോ കറാഹത്തോ ആയ ആഭരണമാണെങ്കിൽ ആ ആഭരണത്തിനും സക്കാത്തുണ്ട്. കൂടുതൽ ഉള്ള ആഭരണത്തിന് മാത്രമല്ല, മൊത്തം 200 പവനാണെങ്കിൽ 25 പവൻ ഈ സ്ത്രീ ഇടുന്നു, 175 പവൻ എടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അമിതമാണെന്ന് സമൂഹം വിലയിരുത്തുന്നു എങ്കിൽ ആ 175 പവനും പോരാ, 200 പവന്റെ ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറയട്ടെ, ഇന്ന് സ്വർണത്തിന്റെ ഭ്രമത്തിൽ പലരും സക്കാത്ത് മറന്നു പോകാറുണ്ട്. ഇനി ഹലാലായ ആഭരണമാണ് എങ്കിൽ അതിന് സക്കാത്തും ഇല്ല. ഇപ്രകാരം തന്നെ 595 ഗ്രാം വെള്ളി ഒരാൾ കട്ടിയായോ മറ്റെന്തെങ്കിലും സാധനമായോ ഒരു വർഷം നീക്കിയിരുപ്പായി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ സൂക്ഷിച്ചു വെച്ചാൽ, ബാങ്കിലോ ലോക്കറിലോ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിടുകയോ
എവിടെയെങ്കിലും കൊടുത്തു വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ഉടമസ്ഥതയിലുണ്ടോ അതിന്റെയും 2.5% സകാത്ത് കൊടുക്കണം. എല്ലാ ആളുകളും സാർവത്രികമായി സ്വർണമോ വെള്ളിയോ അല്ല ഉപയോഗിക്കുന്നത്. ഇന്ന് അതിന്റെ സ്ഥാനത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് പേപ്പർ കറൻസി എന്ന പണമാണ്. അപ്പോ ഒരു 595 ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ പണം ഒരാളുടെ കൈവശം ഒരു കൊല്ലം സൂക്ഷിപ്പ് ധനമായിരുന്നാൽ, ഏറ്റവും ചുരുങ്ങിയത് ഉദാഹരണം പറയാണ്, ആ ഉദാഹരണമായി മാത്രം കണ്ടാൽ മതി, ഉറപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ഇത്രയധികം ഒരു 600 ഗ്രാം സ്വർണ്ണ വെള്ളി വാങ്ങാൻ ഒരു 10,000 രൂപ വേണമെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഈ 10,000 രൂപ ഒരു കൊല്ലം ഒരാളുടെ കൈവശം സൂക്ഷിപ്പ് ധനമായിരുന്നാൽ അയാളും സക്കാത്ത് കൊടുക്കണം. ബാങ്കിലിട്ടാലും ശരി, വേറൊരാളെ കൈവശം സൂക്ഷിക്കാൻ കൊടുത്താലും ശരി, കടം കൊടുത്താലും ശരി, സക്കാത്ത് കൊടുക്കണം. അപ്പോൾ നോക്കൂ, ഒരു 10,000 രൂപ ഞാൻ ഇന്നേ തീയതിക്ക് ഒരു സഹോദരന് കടം കൊടുത്തു. കടം കൊടുത്താൽ ആ പണം എന്റെ പണമാണ്. കടം വാങ്ങിയ വ്യക്തി തിരിച്ചു തരാൻ എപ്പോഴും കഴിവുള്ളവനാണ്. എപ്പ ചെന്ന് ചോദിച്ചാലും കാശെടുത്തു തരാൻ യോഗ്യനാണ്. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. ഉടനെ തന്നെ ആ പണം തിരിച്ചു കിട്ടുമെങ്കിൽ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കണം. കടം കൊണ്ടുപോയ വ്യക്തിയാകട്ടെ അങ്ങനെയല്ല, മേടിച്ചു കൊണ്ടുപോയതേ ഓർമ്മയുള്ളൂ. ചോദിക്കുമ്പോഴൊക്കെയും അങ്ങേരുടെ സ്വഭാവം മാറുകയാണ്. അങ്ങനെ ചില ആളുകൾക്ക് കടം വാങ്ങാൻ നല്ല മിടുക്കന്മാരായിരിക്കും. പിന്നെ ആ കടം തിരിച്ചു ചോദിച്ചാലോ അപ്പ വഴക്കായി. കുടുംബക്കാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, സുഹൃത്തുക്കളാണെങ്കിലും ശരി, ഉടനെ വഴക്കായി. ചിലപ്പോൾ ചോദിക്കും, ഞാനങ്ങോട്ട് തരൂലേ, നിങ്ങളിപ്പോ ചോദിച്ചു നടക്കേണ്ട കാര്യമുണ്ട് എന്നായിരിക്കും ചിലപ്പോ മറുപടി. അങ്ങനെ ചോദിച്ച് പല തവണ ചോദിച്ചിട്ടും ഇക്കാശ് തിരികെ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ കിട്ടിയതിനു ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. ചുരുക്കത്തിൽ പറയട്ടെ, വല്ലദീന യക്രിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. നിർബന്ധം സക്കാത്ത് കൊടുക്കണം എന്ന് കൽപ്പിക്കപ്പെട്ട നിർബന്ധദാനം നൽകാതെ വല്ലദീന യക്രിസൂന അദ്ദഹബ വൽ ഫിദ്ദത, സ്വർണവും വെള്ളിയും അതിന്റെ നിർബന്ധ ബാധ്യതയായ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാപൂർണമായ അദാബ് അവർക്കുണ്ടെന്ന് നബിയെ തങ്ങൾ അവർക്ക് സന്തോഷ വൃത്താന്തം അറിയിക്കണം. വേദനാപൂർണമായ അദാബുണ്ടെന്ന് പേടിപ്പിക്കണം എന്നാണ് പറയേണ്ടത്. അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് ആ സന്തോഷ വാർത്ത? ആ യൗമ യുഹ്മാ ബിഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ ബിമാ കുൻതും തക്നിസൂൻ. നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോൾ, എടോ നീ സ്വർണം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് സകാത്ത് കൊടുക്കാത്തവൻ, പണമുള്ള ആളുകൾ പണത്തിന്റെ സകാത്ത് കൊടുക്കാത്തവൻ, വെള്ളിയുടെ സകാത്ത് കൊടുക്കാത്തവൻ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിക്കാർ ആ കൃഷിയുടെ സകാത്ത് കൃത്യമായി കൊടുക്കാത്തവൻ, അങ്ങനെ എന്തൊക്കെയാണോ പടച്ചതമ്പുരാൻ സകാത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചതെങ്കിൽ അവയുടെ സകാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, ആ ആളുകളോട് ഖുർആനാണ് പറയുന്നത്, നാളെ മഹ്ശറയിൽ വരുമ്പോൾ നീ സൂക്ഷിച്ചു വെച്ച ആ ധനം പടച്ചതമ്പുരാൻ ആഖിറത്തിൽ കൊണ്ടുവരും. എന്നിട്ട് നരകാഗ്നിയിൽ ഇട്ടുകൊണ്ടത് ചൂടാക്കും. ഫതുക്വാ ബിഹാ, ആ നിന്റെ സൂക്ഷിപ്പ് ധനമാകുന്ന കരിക്ക തീക്കട്ട കൊണ്ട്, തീക്കനല് കൊണ്ട് നിന്റെ മുഖത്തും നിന്റെ പുറത്തും നിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ചൂടുവെക്കും. ചൂടേറ്റുകൊണ്ട് നീ പൊളയുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നിന്നോട് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, പാപങ്ങളുടെ അവകാശം കൊടുത്തു വീട്ടാതെ സൂക്ഷിച്ചു വെച്ച ധനമാടാ ഇത്, നീ അനുഭവിക്കടാ എന്ന് പടച്ചതമ്പുരാൻ ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധമായും സകാത്ത് കൊടുത്തേ മതിയാവൂ.
സ്വർണം, വെള്ളി, മുഖ്യാഹാരമായ നെല്ല്, അരി, അത് നെല്ലായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരളവുണ്ട്. 1920 ലിറ്റർ ഒരു വിളവെടുത്ത് വന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ആട്, മാട്, ഒട്ടകമാണെങ്കിൽ അത് നിശ്ചിതങ്ങളായ അളവുകളുണ്ട്. അത്രയും അളവ് ആടുകളെയോ മാടുകളെയോ ഒട്ടകത്തെയോ 5 ഒട്ടകത്തെ ഒരു മുതലാളി വളർത്തിയാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 30 പശുക്കളെ വളർത്തിയാൽ സക്കാത്ത് കൊടുക്കണം. 40 ആടുകളെ വളർത്തിയാൽ സക്കാത്ത് കൊടുക്കണം. ആ നിശ്ചിതങ്ങളായ അളവ് ഉള്ള മുതലാളിമാർ അതിന്റെയൊക്കെ വിഹിതം നിർബന്ധമായും കൊടുത്തേ മതിയാകൂ. എന്നാൽ വലിയ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ കച്ചവടക്കാരാണ്. സാധാരണക്കാരിൽ അധിക പേരും ഇത്തരം സമ്പത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഒരു 60% ജനങ്ങളും അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. സൂക്ഷിപ്പ് ധനമോ മറ്റോ ഒന്നും അവരുടെ കൈവശം ഉണ്ടാവില്ല. അതേ സമയത്ത് കച്ചവടക്കാരായിരിക്കാം. കച്ചവടക്കാർ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. വിവിധങ്ങളായ കച്ചവടങ്ങളുണ്ട്. ഓരോരോ കച്ചവടത്തിനും ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണോ എന്ന് വിശദമായി പഠിച്ച് സക്കാത്ത് കൊടുക്കണം. അരിയും മുളകും ഉപ്പും മസാല സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു പലചരക്ക് കച്ചവടക്കാരനാണെങ്കിൽ 2008 ജനുവരി 1 തുടങ്ങിയ കച്ചവടക്കാരൻ 2009 ജനുവരി 1 ആകുമ്പോൾ ആ കടയിലുള്ള മൊത്തം സാധനങ്ങൾക്ക് ചരക്കിന് വിലയിടണം. എന്നിട്ട് ആ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. അദ്ദേഹം കൊടുക്കേണ്ടത് അരി വാരി കൊടുക്കുകയല്ല, മല്ലിയും മുളകും പഞ്ചസാരയും ചായയും സക്കാത്തായി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മൊത്തം ചരക്കുകൾക്ക് വില കെട്ടണം. എന്നിട്ട് ആ വിലയുടെ 2.5% പണമായി സക്കാത്ത് കൊടുക്കണം. ഇദ്ദേഹം നടത്തിയ കച്ചവടം, ആ കച്ചവടത്തിനിടയിൽ കിട്ടിയതായ സമ്പാദ്യങ്ങൾ കുറെ തിന്നുപോയിട്ടുണ്ട്, ഉപയോഗിച്ചു പോയിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമല്ല. ഈ കച്ചവടത്തിന്റെ ഇടയിൽ അദ്ദേഹം സമ്പാദിച്ച സമ്പാദ്യം പണമായി എവിടെയോ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ദിനേന 25 രൂപ തോതിൽ ഏതോ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. ആ അക്കൗണ്ടിലെ പണം ആയി സൂക്ഷിച്ച് വലുതായി 10,000 രൂപയെത്തി. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഏറ്റവും ചുരുങ്ങിയത് 600 ഗ്രാം 595 ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ പണം ഒരു 10,000 രൂപ ഒരാളുടെ കൈവശം ഒരു കൊല്ലം ഇരുന്നാൽ അതിനാണ് സക്കാത്ത് എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം കച്ചവടം ചെയ്തിട്ട് കിട്ടിയതായ സാധനം പണം, ആ പണം കൊണ്ടുപോയി അക്കൗണ്ടിൽ സൂക്ഷിച്ച് അതിങ്ങനെ പലിശയൊന്നും കൂട്ടാതെ യഥാർത്ഥ മുതൽ മാത്രം 10,000 രൂപയെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലമെത്തുമ്പോൾ ആ 10,000 രൂപക്കും സക്കാത്ത് കൊടുക്കണം. ഈ രൂപത്തിൽ സാധുക്കളുടെ മർമ്മം കണ്ടറിഞ്ഞ് രാജ്യത്തെ പാവങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ പാവപ്പെട്ട അവകാശികൾക്കുള്ള അർഹതപ്പെട്ട അവകാശമാണ് സക്കാത്ത്. അത് കൊടുത്തേ മതിയാകൂ. ഒരു കച്ചവടക്കാരൻ സക്കാത്ത് കൊടുക്കാതെ മരിക്കാൻ ഇടവന്നാൽ അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളായി ഈമാനോടുകൂടി ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ. എത്ര ആളുകളാണ് സക്കാത്ത് കൊടുക്കാത്ത മുതലാളിമാര് മരിച്ചു പോകുന്നത്. സഹോദര, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് എന്റെ കൈവശമാണ് കാശ് എങ്കിൽ നാളെ വേറൊരുത്തന്റെ കൈവശമാകാം. നമ്മുടെയൊക്കെ ജീവിതം ഒരു 55 60 വയസ്സിൽ ഭൂലോകത്ത് ജീവിച്ച ആളുകൾ അവരുടെ മുൻകാല അനുഭവത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ഈ രാജ്യത്ത് എത്ര മുതലാളിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര വൻകിടക്കാര് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ചില മുതലാളിമാര് അവസാന കാലം 1 കിലോ അരി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കാൻ കഴിയാതെ പാപ്പറായി മരിച്ചു പോയ എത്ര ആളുകളുണ്ട്. നമ്മുടെ ചെറിയ എളിയ നമ്മളെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. 1 കിലോ അരി ഒരു കാലത്ത് 100 പവൻ 65 കൊല്ലം മുമ്പ് എന്റെ കൊടുങ്ങല്ലൂരിൽ 100 പവന്റെ സ്വർണമിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു സ്ത്രീ
കൊല്ലം 65 65 വർഷം മുമ്പ്. അന്ന് 100 പവന്റെ സ്വർണ്ണട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മണപ്പാട്ടുകാരൊക്കെ ആ പെണ്ണിനെ കാണാൻ പോയെന്നാ ഞങ്ങളുടെ നാട്ടിലെ ചൊല്ലി. മണപ്പാട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ തറവാട്ടുകാരാണ്. മണപ്പാട്ട പെണ്ണുങ്ങളൊക്കെ ആ പെണ്ണിനെ കാണാൻ പോയി. 100 പവന്റെ പൊന്നോ. ഇപ്പൊ ഒരു പ്രശ്നമല്ലാതെ ആ 100 പവന്റെ സ്വർണമിട്ട് വിവാഹം ചെയ്തു വന്ന ഒരു സ്ത്രീ മരിക്കുന്ന സമയത്ത് കേറിക്കിടന്ന് മരിക്കാനൊരു വീടില്ല. ഇത് ദുനിയാവിന്റെ സ്ഥിതിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു പഠിപ്പിച്ച സക്കാത്തിനെ സംബന്ധിച്ച് നന്നായി പഠിക്കണം. അത് പാവങ്ങളുടെ അവകാശമാണ്. ഞാൻ മരിക്കാനിട വന്നു, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല. സക്കാത്ത് കൊടുക്കാത്ത എന്റെ സമ്പത്തിൽ അവകാശിയാണ് പാവപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാത്ത ഒരു മുതലാളി മരിച്ചാൽ ആദ്യമായി അങ്ങേരുടെ ധനം അള്ളാഹുവിന്റെ കടമായ പാവങ്ങളെ അവകാശമായ സക്കാത്ത് കൊടുക്കാൻ എടുത്തു മാറ്റി വെക്കണം. ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഇമാമ് പറയാറുണ്ടല്ലോ, സാധാരണഗതിയിൽ പലയിടത്തും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ മയ്യത്തിന് ഏതെങ്കിലും വല്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വല്ല രസകരമല്ലാത്ത വല്ല പൊരുത്തപ്പെടേണ്ട ഹക്കടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഓക്കെ, എല്ലാവരും പൊരുത്തപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ട് വാങ്ങണം എന്ന് ഇമാമിങ്ങളൊക്കെ പറയും. നിങ്ങൾ ആരും പോയി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്ര കാശിയാൾ തരാണ്ട്? ആരെങ്കിലും ഒന്ന് പോയി പറയണ്ടേ ചേട്ടനോട്, ഒരു ചേട്ടാ എനിക്ക് ഈ മരിച്ച ആള് 5000 രൂപ തരണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ തന്നേക്കില്ല, ഞാൻ പൊരുത്തപ്പെട്ടേക്കാം. രണ്ടാണെന്ന് പറഞ്ഞ് ഇയാളെ കഴിച്ചിലാക്കി കൊടുക്കണ്ടേ? പറയാറില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇമാമ് അവിടെ നിന്ന് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇങ്ങേർക്ക് പണമുണ്ടായിരുന്നു, ഇങ്ങേര് സക്കാത്ത് വീട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല. സക്കാത്ത് കൊടുക്കാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാരും അനുജന്മാരുമാകുന്ന അവകാശികൾ അവർ ആ ഹക്കടപാടി എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടണം. ഇദ്ദേഹത്തിന് ഫറളായി കടമപ്പെട്ട ഹജ്ജ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, ഹജ്ജിന് പോകാത്ത ആളാണെങ്കിൽ ഹജ്ജ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനുള്ള പണമെടുത്തു മാറ്റിവെക്കണം. അതോടൊപ്പം ജനങ്ങൾക്ക് വല്ല സാമ്പത്തിക ബാധ്യതയും ഉണ്ടെങ്കിൽ അതും കൊടുത്തു വീട്ടണം. ഇതാ പറയേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ഒരു മുതലാളി മരിച്ചാൽ മരിച്ച ആ വ്യക്തിയുടെ ദിമ്മത്തിനോടല്ല, അയാൾ ഇട്ടേച്ചു പോയ സ്വത്തിൽ അവകാശിയാണ് സക്കാത്തിന്റെ അവകാശികൾ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ സ്വത്തിന് അവകാശികൾ പങ്കുവെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കടമായ സക്കാത്ത് കൊടുത്തു വീട്ടിയേ പറ്റൂ. അത്രയും ഗൗരവമാണ് സക്കാത്ത്. അപ്പൊ അത്രയും ഗൗരവമുള്ള അല്ലാഹുവിന്റെ കൽപ്പനയായ സക്കാത്ത് എന്നത് ഒരു മനുഷ്യൻ കൊടുത്തു വീട്ടൽ നിർബന്ധമായത് കൊടുക്കുന്ന ആളുകൾ എത്രയോ പിഴച്ച മാർഗത്തിൽ ചെലവഴിക്കുന്നത് കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ശേഖരണവും വിതരണവും എന്നൊരു വിഷയം ഇവിടെ വെക്കാനുണ്ടായ കാരണം. അള്ളാനെ പേടിച്ചുകൊണ്ട് പടച്ചവനെ ഖബറിൽ രക്ഷപ്പെടണം, ആഖിറം സലാമത്താകണം, അല്ലാഹുവേ നിന്റെ നരകത്തിൽ വെന്ത് വേവിച്ച ആ നരകാഗ്നി എന്റെ മുഖത്തും എന്റെ ശരീരത്തിലും വെച്ച് വേവിക്കരുത് എന്ന് പടച്ചോനെ പേടിയുള്ള സക്കാത്ത് കൊടുക്കണ മുതലാളിമാരെ തന്നെ പിഴപ്പിച്ച് അവർ തെറ്റിദ്ധരിച്ച് അവരുടെ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും അല്ലാതെയൊക്കെ അനർഹമായ വിധത്തിൽ ചെലവഴിക്കുന്നത് കണ്ടുവരുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. സക്കാത്ത്, നിർബന്ധദാനമായ സക്കാത്ത്, അത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ മറുപടി പറയും, കൊടുക്കേണ്ടത് ആരാ? മുതലാളി, ഉടമസ്ഥൻ അല്ലേ? കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം, ആരാണോ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട മുതലാളി, ഉടമസ്ഥന്, അങ്ങേരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ശരി, അങ്ങേര് കൊടുക്കണം. ഞാൻ അത് പറയട്ടെ. ഇതാ സക്കാത്ത് കൊടുക്കുന്നു. സക്കാത്തിന്റെ സ്വർണമോ വെള്ളിയോ പണമോ, ഫിത്ർ സക്കാത്താണെങ്കിൽ അതിൻ്റെ അരിയോ എടുത്ത് അവകാശിയുടെ കൈവശം കൊടുക്കുമ്പോഴോ
അല്ലെങ്കിൽ സക്കാത്തിന്റെ മുതലായി എടുത്തു മാറ്റി വെക്കുമ്പോഴോ ഇത് എൻ്റെ സക്കാത്താണ്, എൻ്റെ നിർബന്ധദാനമാണ് എന്ന് നിയ്യത്ത് വെക്കണം. രണ്ടാമതായി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അവകാശികളുണ്ട്, അവർക്ക് തന്നെ കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടവർ കൊടുത്താൽ പോരാ, നമ്മളെ ഇഷ്ടാനുസാരം കൊടുത്താൽ പറ്റില്ല. അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ച ചില ആളുകളുണ്ട്, അവർക്കു തന്നെ കൊടുക്കണം. ഇത് രണ്ടും നിബന്ധനയാണ്. ഇനി മറ്റൊരു കാര്യം, അത് കൊടുക്കുന്ന വിധമാണ്. കൊടുക്കുന്ന വിധം നിങ്ങൾ നോക്കുക. ഒന്നാമതായി ഉടമസ്ഥൻ ആരാണോ എങ്കിൽ അങ്ങേര് കൊടുക്കാം. രണ്ടാമതായി ഇസ്ലാമിന്റെ ഭരണാധികാരിയുള്ള, ഇസ്ലാമിക ഭരണം നിലവിലുള്ള ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഭരണാധികാരിക്ക് കൊടുക്കാം, അങ്ങേര് വിതരണം ചെയ്താൽ മതി. അതല്ലാത്ത മൂന്നാമതൊരു രൂപം, എൻ്റെ സക്കാത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കാതെ വേറെ ഒരു കക്ഷിയെ വക്കാലത്ത് ഏൽപ്പിച്ചു കൊണ്ട് കൊടുക്കുക. എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ അളന്നെടുത്തൊരു കിറ്റിലാക്കി, എൻ്റെ പണത്തിൻ്റെ സക്കാത്ത് ഞാൻ എടുത്ത് എണ്ണിയിട്ട് ഒരു കവറിലാക്കി, എന്നിട്ട് നമ്മുടെ അബ്ദുൽ ഹമീദ് സാഹിബിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഹമീദ് സാഹിബ് എൻ്റെ സക്കാത്താണ്, ഞാൻ താങ്കളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നു. യഥാർത്ഥ അവകാശി ആരാണോ എങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിങ്ങൾ കൊടുക്കണം. ഇത് വേറൊരു രൂപമാണ്. ആദ്യം പറഞ്ഞ രൂപം സ്വന്തം ഞാൻ കൊടുക്കുക. രണ്ടാമത്തെ രൂപം ഇസ്ലാമിന്റെ ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരി ഏൽപ്പിച്ചിട്ട് അങ്ങേര് കൊടുക്കുക. മൂന്നാമത്തെ രൂപം രണ്ടാമതൊരു കക്ഷിയെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ട് ആ വക്കീലായ വ്യക്തി കൊടുക്കുക. ഈ മൂന്ന് രൂപത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ ഇസ്ലാമിന്റെ ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നത് ഇന്ന് നിലവിൽ ഇല്ല. ഇമാമ് എന്ന സാധനം തന്നെ ഇല്ല. ശ്രദ്ധിക്കണേ. അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞാട്ട്, ഞാൻ സക്കാത്തിന്റെ ധനം എണ്ണുകയുണ്ടായി. ഒന്ന് എണ്ണിയാട്ടെ നിങ്ങൾ. ഒന്ന് സ്വർണം, വെള്ളി, രണ്ടെണ്ണായി. മറ്റൊന്ന് ആട്, മാട്, ഒട്ടകം, അഞ്ചായി. മുഖ്യാഹാരങ്ങൾ ആറായി. പഴവർഗ്ഗങ്ങളിൽ നിന്നും മുന്തിരി, കാരക്ക എട്ടായി. ഈ രാജ്യത്തൊരു മുതലാളി, ആ മുതലാളിക്ക് ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ മുഴുവനും ഈത്തപ്പനത്തോട്ടമാണ്, ഈത്തപ്പന മരങ്ങളാണ്. ഈ ഈത്തപ്പഴത്തിൽ ഏതൊരാൾക്കും നടന്നു പോകുമ്പോൾ, കാർ ഓടിച്ചു പോകുമ്പോൾ കാണാം ഈ ഇത്രയധികം ഭൂമി, ഇത്രയധികം കൃഷി, ഇത്രയധികം ഈത്തപ്പഴ പനകളിൽ കുലച്ചു നിൽക്കുന്ന പഴങ്ങൾ. ആരും ചോദിക്കും ആരുടേതാണ്? അത് പറയും അത് നമ്മുടെ നാട്ടിലെ ഇന്നാലിന്റെ മമതാജിന്റെയാണ്. ഓ, എല്ലാവർക്കും അറിയാം. പരസ്യമായ ധനം എന്നാണ് അതിനെപ്പറ്റി പറയാം. കുറെ ഹെക്ടർ കണക്കിന് ഭൂമിയിൽ മുന്തിരിവള്ളിയുണ്ട്. അതിൽ മുന്തിരി ഇങ്ങനെ കാഴ്ച കൊലച്ചു നിൽക്കുന്നു. ആര് കണ്ടാലും ചോദിക്കും ഇത്ര വലിയ കൃഷിയിടം ആരുടേതാണ്? അത് നമ്മുടെ നാട്ടിലെ മറ്റേ മുഹമ്മദ് ഹാജിയുടേതാണ്. ഓഹോ, അങ്ങനെ ഇത്ര വലിയ മുതലാളിയാണോ? ആർക്കും അറിയാം, പരസ്യമായ ധനമാണ്. ഒരാൾ കാർ ഓടിച്ചു പോകുമ്പോൾ റോട്ടിലൂടെ ഇങ്ങനെ ആയിരക്കണക്കിന് ആടുകളെയും നടത്തിച്ച് ഏതോ ഒരു മിസ്കീൻ ഇങ്ങനെ പോകുന്നു. വിസ കിട്ടിയിട്ട് പോയതാണ് അയാൾ. അപ്പൊ ചോദിച്ചു ആരുടേതാണ് ഈ ആടുകൾ? അത് ഇന്ന ആളുടേതാണ്. അപ്പോൾ ആട്, മാട്, ഒട്ടകം, കാർഷിക സമ്പത്ത് ഇതൊക്കെയും പരസ്യമായ ധനമാണ്. ഒരാൾക്കും മൂടി വെക്കാൻ പറ്റിയതല്ല. എല്ലാവർക്കും കണ്ട് മുതലാളിയെ തിരിച്ചറിയാവുന്ന പരസ്യ സമ്പത്ത് എന്നതിന് പറയും. മാലുല്ലാഹിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഇനി സ്വർണം, വെള്ളി, ഇത് കൈവശം ഉണ്ടെങ്കിൽ ആരും അറിയില്ല. നിങ്ങളെ കൈവശം ഇപ്പൊ പണം ഉണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾക്കും നിങ്ങളെ പഠിച്ചോനെ അറിയുള്ളൂ. ചിലപ്പോൾ പെണ്ണുങ്ങളും കൂടി അറിയില്ല, ഭാര്യയും കൂടി അറിയില്ല. സ്വർണമുണ്ടോന്ന് ആരറിയ? ആരും അറിയില്ല. വെള്ളിയുണ്ടോന്ന് ആരറിയുക? ആരും അറിയില്ല. അപ്പൊ സ്വർണം, വെള്ളി, അതുപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്ത്. റമളാൻ അവസാനിച്ചുകൊണ്ട് ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ, അല്ലെങ്കിൽ ശവ്വാൽ മാസം പിറന്നാൽ, റമളാൻ 30 പൂർത്തിയായി ശവ്വാല് പിറന്നാൽ
പെരുന്നാൾ ദിവസത്തിന്റെ രാവും പകലും തന്റെയും തന്റെ ആശ്രിതരുടെയും ജീവിത ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണല്ലോ നിയമം. ഇത് പെരുന്നാളിന്റെ ദിവസവും പകലവും രാവും പകലും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് ബാക്കി വല്ലതും ഉണ്ടോ എന്ന് ജനങ്ങൾക്കറിയില്ല. എടോ, തനിക്കും തന്റെ പടച്ചവനും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉലമാ പഠിപ്പിച്ചു, ഫിത്ർ സക്കാത്ത്, സ്വർണം വെള്ളി, ഈ സമ്പത്തുക്കളെല്ലാം രഹസ്യമായ ധനമാണ്. മാലുൽ ബാത്തിൻ, അതൊരാൾക്കറിയില്ല. ഇങ്ങനെ സമ്പത്തിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. മാലുൽ ലാഹിർ, മാലുൽ ബാത്തിൻ. ഇത് നമ്മുടെ തരംതിരിവല്ല, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം മുതലുള്ള പാരമ്പര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സകാത്ത് പിരിപ്പിക്കുന്നതിന് വേണ്ടി ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം, അല്ലാഹു നബിയോട് പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞു, നബിയെ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ജനങ്ങളുടെ ധനത്തിൽ നിന്ന് നബിയെ തങ്ങൾ സകാത്ത് വാങ്ങണം. തുതഹിറുഹും വതുസക്കിഹിം, ആ ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധിയാക്കി എടുക്കുന്നതാണ് ആ സകാത്ത്. വസല്ലി അലൈഹിം, മാത്രമല്ല സകാത്ത് ദായകരായ ആളുകൾക്ക് വേണ്ടി നബിയെ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൽ ലഹും, തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുമ്പോൾ അതവരെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്, ശാന്തിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സകാത്ത് വാങ്ങുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ച് വാങ്ങിയിട്ടുള്ളത് ഈ മാലുൽ ലാഹിർ എന്ന പരസ്യമായ ധനമാണ്. ചില ധനങ്ങളൊക്കെ മാലുൽ ബാത്തിനായ, അഥവാ ചില സാധനങ്ങളൊക്കെ സ്വർണവും വെള്ളിയോ മറ്റു സാധനങ്ങളൊക്കെയും അല്ലാഹുവിന്റെ ഫിത്ർ സക്കാത്ത് അടക്കമുള്ള സാധനങ്ങൾ നബിയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് സഹാബത്ത്. നബി തങ്ങൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കാലവും റസൂലുള്ളാഹിന്റെ ശേഷം വന്ന ഖുലഫാഇന്റെ കാലവും അവിടെ അങ്ങോട്ടുള്ള ഉലമാ വിശദമായി പഠിച്ച് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ധനം രണ്ട് വിഭാഗം. ഒന്ന് മാലുൽ ലാഹിർ, ഒന്ന് മാലുൽ ബാത്തിൻ. ആന്തരികമായ സ്വത്ത്, രഹസ്യമായ സമ്പത്ത്. ആ രഹസ്യമായ സമ്പത്ത് അത് വിതരണം ചെയ്യുന്നിടത്തൊരു നിയമം ഒന്ന് വേറെ, പരസ്യമായ സമ്പത്ത് അത് വിതരണം ചെയ്യുന്നിടത്ത് നിയമം ഒന്ന് വേറെ. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം, ഇസ്ലാമിന്റെ നീതി ലോകത്ത് നടപ്പിലാക്കിയ കാലം, 10 ചില്ലാനം കൊല്ലം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് രാജ്യഭരണം നടത്തിയ ഖിലാഫത്തുർ റാഷിദയുടെ സുന്ദരമായ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ നീതി നിർവഹണം നടന്ന കാലഘട്ടത്തിൽ, ഇമാം ബൈഹഖി ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസ്, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വരികയാണ്. കൈസാനി എന്നാണ് ആ മനുഷ്യന്റെ പേര്. അദ്ദേഹം പറയുന്നു, ഖാല ജിഅ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് ഞാൻ ചെന്നു. ബിമിഅതൈ ദിർഹമിൻ, 200 ദിർഹമുമായി ഉമർ തങ്ങളുടെ അടുത്ത് ഞാൻ ചെന്നു. 200 ദിർഹം എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ധനമായ 200 ദിർഹം. വെള്ളി കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് 200 ദിർഹം വെള്ളി ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിന്റെ ആധുനിക മെട്രിക് കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ 595 ഗ്രാം വെള്ളി. 20 മിസ്കാല് സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നാണ് നിയമം. അതിന്റെയും ആധുനിക മെട്രിക് കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ 85 ഗ്രാം പ്യൂർ സ്വർണം എന്ന് പറഞ്ഞത്. 200 ദിർഹം വെള്ളിയുമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അടുത്ത് ഈ മനുഷ്യൻ ചെന്നു. ഫഖുൽതു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, ഹാദിഹി സകാത്തു മാലി, ഇത് എൻ്റെ ധനത്തിന്റെ സകാത്താണ്. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട്. 200 ദിർഹം വെള്ളി കൊണ്ട് കൊടുക്കണമെങ്കിൽ കുറെ അധികം സമ്പത്തുണ്ടാവും. എന്റെ സകാത്താണിത്. ഖാല, അദ്ദേഹം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഖദ് ഉതിഖ്ത, അല്ലയോ കൈസാനെ, താങ്കൾ ഒരടിമയായിരുന്നുവല്ലോ,
താങ്കൾ ഇപ്പോൾ മോചനം ലഭിച്ചിട്ടുണ്ടോ, ഹുറായിട്ടുണ്ടോ, സ്വതന്ത്രനായിട്ടുണ്ടോ? ഖുൽതു, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ ഹുറാണ്, എനിക്ക് സ്വന്തം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അടിമയാണെങ്കിൽ എനിക്ക് സക്കാത്ത് കൊടുക്കാൻ അവകാശമില്ല, ഞാൻ യജമാന്റെ അടുത്ത് കൊടുത്ത് യജമാനാ കൊടുക്കേണ്ടത്. അപ്പോൾ കാലാവിവർത്തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ബിഹാ, ഇതുമായിട്ട് നീ പോടോ, അന്ത, നീ തന്നെ പോയി ഫഖസിംഹ, നീ സ്വന്തം വിതരണം ചെയ്തേക്ക്. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്വർണം, വെള്ളി, ഫിത്ർ, സക്കാത്ത്, ഇതെല്ലാം രഹസ്യമായ സമ്പത്താണ്. രഹസ്യമായ സമ്പത്ത് കൊടുക്കേണ്ടത് അതാതിന്റെ വ്യക്തികളാണ്. അപ്പൊ ഫറോക്കിൽ ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ സമ്പത്തിന്റെ സക്കാത്ത് വർഷത്തിൽ കണക്കിട്ട് നോക്കുമ്പോൾ 5 ലക്ഷം ഉറുപ്പിക അങ്ങേര് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ആ 5 ലക്ഷം ഉറുപ്പിക സക്കാത്ത് അതിന്റെ സമയത്തും കൊടുക്കണം. അധിക ആളുകളും തെരഞ്ഞെടുക്കൽ റമദാന് കൊടുക്കാനാണ്. റമദാനാകട്ടെ, റമദാന് കൂടുതൽ കൂലി കിട്ടുമെന്ന് കണക്കാക്കിയിട്ട് റമദാന് കൊടുക്കുന്നത്. റമദാനിൽ 5 ലക്ഷം രൂപ അങ്ങയുടെ സക്കാത്തിന്റെ പണം എടുത്തു മാറ്റി വെച്ചു. ഇനി ഇത് വിതരണം ചെയ്യണം. വിതരണം ചെയ്യാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നും മുതലാളിയാണെന്നും നല്ല മനസ്സുള്ള ആളാണെന്നും അല്പം കനിവും കിരിവും ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നാട്ടിലെ ജമാഅത്തുകാർ അതാവ് കയറി വരുന്നു. ജമാഅത്തുകാർ പറയാണ്, നമ്മളിപ്പോൾ ഒരു 5 10 ഉറുപ്പ്യ അല്ലെങ്കിൽ 25 50 100 ഉറുപ്പ്യ മുതലാളി നിങ്ങൾ കുറച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് എന്താകാനാ? തുപ്പൽ കുടിച്ചാൽ വേറെ അറിയോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ സക്കാത്ത് കമ്മിറ്റിയുണ്ട്. താങ്കൾ ആ പണം അങ്ങോട്ട് തന്നേക്ക്, ഞങ്ങൾ സക്കാത്ത് കമ്മിറ്റി മുഖേന അത് കൊടുക്കാം, നിങ്ങൾ അതിന്റെ ചെയർമാൻ ആയിക്കോ. മുതലാളിക്ക് ഒരു ചെയർമാൻ സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് വേഗം കയറി കൊടുക്കും. പണം അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ സക്കാത്ത് കമ്മിറ്റി മുഖേന ഏൽപ്പിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. സക്കാത്ത് കമ്മിറ്റിയിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ സക്കാത്ത് കമ്മിറ്റി തട്ടിപ്പടച്ചുണ്ട അല്ലയോ മുജാഹിദ് സുഹൃത്തെ, നിഷ്പക്ഷമായി ആലോചിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ പണത്തിന്റെ സക്കാത്ത് രഹസ്യമായ ധനത്തിന്റെ സക്കാത്തല്ലേ? അത് കൊടുക്കാനുള്ള അർഹത അതിന്റെ ഉടമാവകാശികളായ വ്യക്തികൾക്കല്ലേ? വ്യക്തികൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരു രൂപമുള്ളത് ഇസ്ലാമിന്റെ ഖലീഫയായ ഭരണാധികാരിയായ ഇമാമിന് ഏൽപ്പിക്കലല്ലേ? ഇമാമിന്റെ കൈവശം കൊണ്ടു കൊടുത്താൽ അങ്ങേർക്ക് വാങ്ങാം, അത് കൊടുക്കാമെന്നല്ലാതെ എടോ മുതലാളി, ഫറൂഖുകാരനായ മുതലാളി, താങ്കളുടെ കൈവശം 5 ലക്ഷം രൂപ സക്കാത്തിൻ്റെതുണ്ടല്ലോ, അതെന്നെ ഏൽപ്പിച്ചേക്ക്, ഞാൻ ഇവിടുത്തെ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്, ഞാനത് കൊടുക്കാം എന്ന് പറയാനുള്ള അവകാശം ഇമാമിന് പോലുമില്ല. ഇസ്ലാമിന്റെ ഭരണാധികാരിയായ ഇമാമിന് പോലും നീ നിന്റെ സക്കാത്ത് എന്നെ ഏൽപ്പിച്ചേക്ക്, ഞാൻ കൊടുത്തോളാന്ന് പറയാനുള്ള അവകാശമില്ല. വലൈസലിൽ വുലാത്തി ഹഖ്ഖുൻ, ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് യാതൊരു അവകാശവുമില്ല. വഅമ്മൽ അംവാലുൽ ബാത്തിനതു, രഹസ്യധനമായ ഞാൻ ഈ പറഞ്ഞ ഫിത്ർ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത്, ഇത് രഹസ്യധനമല്ലേ? ആ രഹസ്യധനം ഫഖാലൽ മാവർദി, ബഹുമാനപ്പെട്ട ഇമാം മാവർദി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, ലൈസ ലിൽ വുലാത്തി നദറുൻ, ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്ക് യാതൊരു അവകാശവുമില്ല. ഫീ സകാത്തിഹാ, അതിന്റെ സക്കാത്തിൽ കൈകടത്താൻ അവകാശമില്ല. ബൽ അസ്ഹാബുൽ അംവാലി, സ്വത്തിന്റെ ഉടമസ്ഥൻ ആരാണോ, അഹഖു ബിതഫ്രീഖിഹാ, അവരാണത് പങ്കുവെച്ചു കൊടുക്കാൻ ഏറ്റവും കടമപ്പെട്ടവർ, അവകാശികൾ. ഫൈൻ ബദലുഹാ തൗഅൻ, ഉടമസ്ഥന്മാർ ഇഷ്ടാനുസാരം ഇസ്ലാമിന്റെ ഭരണാധികാരിയെ കൊണ്ടുപോയി ഏൽപ്പിച്ച് നിങ്ങൾ കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് സ്വയിഷ്ടപ്രകാരം കൊടുത്താൽ ഖബിലഹൽ ഇമാമു, ഇമാം അവരിൽ നിന്നത് സ്വീകരിക്കാമെന്നല്ലാതെ ചോദിച്ചു വാങ്ങാൻ ഇമാമിന് പോലും ഹറാമാണ്. വലൈസലിൽ വുലാത്തി ഹഖ്ഖുൻ എന്നിടത്ത് ഫുഖഹാക്കളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഹറാമുലെന്ന്. അപ്പൊ ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്ക് പോലും ഹറാമാണെങ്കിൽ, പ്രിയപ്പെട്ട ജമാഅത്തുകാരാ, മുജാഹിദ്, സക്കാത്ത് കമ്മിറ്റിക്കാരാ, താങ്കൾക്ക് ആര് തന്നു ഈ അവകാശം?
സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ കമ്മിറ്റിയെ സക്കാത്ത് ഇങ്ങോട്ട് ഏൽപ്പിച്ചേക്ക് ഞങ്ങൾ കൊടുത്തോളാന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല, ഹറാമാണ്. പിന്നെ ഈ സക്കാത്ത് കമ്മിറ്റിക്ക് എന്ത് പ്രസക്തിയാണ്? അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന സഹോദരാ, താങ്കളോട് സ്നേഹബുദ്ധിയാ ഞാൻ പറയട്ടെ, താങ്കളുടെ സക്കാത്ത് താങ്കളുടെ കൈവശം വെക്കുക. എന്നിട്ട് അവകാശികളെ വരുത്തിയിട്ട് അവകാശികളെപ്പറ്റി പഠിച്ച് അവരെ വരുത്തിയിട്ടോ അവരെ വീടുകളിൽ അങ്ങോട്ട് ചെന്നിട്ടോ എത്തിച്ചു കൊടുത്ത് ഇസ്ലാം ശരീഅത്ത് പറഞ്ഞതുപോലെ സമൂഹത്തിലെ അവകാശികൾക്ക് അവകാശപ്പെട്ട വിധത്തിൽ കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക. അതല്ലാതെ ഇത് അവകാശികൾക്ക് കിട്ടണം, പെരുന്നാളിന്റെ അന്ന് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ വേണ്ടി സഞ്ചിയും വട്ടിയുമായി പാത്രവുമായി ആളുകൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്, അതില്ലാതെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി പിരിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിക ശരീഅത്ത് അനുവാദം കൊടുത്തിട്ടില്ല. ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് പോലും ഫിത്ർ സക്കാത്തോ സമ്പത്തിന്റെ സക്കാത്തോ വാങ്ങാൻ അവകാശമില്ലാന്നാ. പിന്നെ കമ്മിറ്റിക്ക് എങ്ങനെ അധികാരം ഉണ്ടാകുക? കമ്മിറ്റി തർക്കമില്ല, കമ്മിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി, ആ സെക്രട്ടറിയോട് പറയാ, എന്റെ സക്കാത്ത് താങ്കളെ ഞാൻ ഏൽപ്പിച്ചു, സെക്രട്ടറിന്റെ കൈവശ കൊടുക്കണേ വക്കാലത്തായിട്ട്. എന്നാൽ തന്നെ മുതലാളിമാരെ ഒന്ന് മനസ്സിലാക്കണം, ഈ സെക്രട്ടറി അത് കൊണ്ടുപോയി, അല്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട പ്രസിഡന്റ് അത് കൊണ്ടുപോയി യഥാർത്ഥ അവകാശികൾക്ക് ഹക്ക് പ്രകാരം കൊടുത്തു വീട്ടിയാലേ നിന്റെ ബാധ്യത വീടുകയുള്ളൂ. വല്ല പാകപ്പഴവും വന്നാൽ നിന്റെ ബാധ്യത വീടില്ല. ഇസ്ലാമിന്റെ ഭരണാധികാരി അങ്ങനെയല്ല. ഭരണാധികാരിയുടെ കൈവശം സക്കാത്ത് ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചതോടുകൂടി നിന്റെ ബാധ്യത വീടി. അങ്ങനെയല്ല ഈ പ്രസിഡന്റ്, ഈ സെക്രട്ടറി. ഇത് നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്ത് സക്കാത്തിന്റെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഫിത്ർ സക്കാത്താണ് കൂടുതലായി പിരിപ്പിച്ചു കൊടുക്കാറ്. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ തലേനാൾ അരിയല്ല കൊടുത്തേക്കണത്. ഫിത്ർ സക്കാത്ത് പറഞ്ഞ സാധനം എന്താ? സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഫർദാക്കിയിരിക്കുന്നു സകാത്തുൽ ഫിത്രി, ഫിത്ർ സകാത്ത് മിൻ റമളാന, റമളാൻ മാസം പിരിഞ്ഞു പോവുകയും ശവ്വാലിന്റെ മാസപ്പിറവി കാണുകയും ചെയ്താൽ കൊടുക്കുന്ന ഫിത്ർ ഉണ്ടല്ലോ, അലന്നാസി സ്വാഅം മിൻ തംദിൻ, ഒരു സ്വാഇകാരക. ഒരു സ്വാഇ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള അളവ് മാത്രമാണ്. ആ അളവിന്റെ കണക്ക് 4 മുദ്ദ് എന്നാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ആണ്, അഥവാ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അപ്പൊ ഒരു സ്വാഇകാരക ഔ സ്വാഅം മിൻ ശഈർ, അല്ലെങ്കിൽ ഒരു സ്വാഇയവം അലാ കുല്ലി ഹുർറിൻ ഔ അബ്ദിൻ ദകറിൻ വ ഉൻസാ മിനൽ മുസ്ലിമീൻ. ആണിനും പെണ്ണിനും സ്വതന്ത്രനും അടിമക്കും ആരൊക്കെയാണോ പെരുന്നാൾ പ്രഭാതത്തിൽ ജീവിച്ചിരിക്കുന്നവർ, അന്നത്തെ തന്റെയും ആശ്രിതരുടെയും ചെലവ് കഴിച്ച് മിച്ചമുള്ളവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് കൊടുത്തു വീട്ടുമ്പോഴാണ് ഒരു മാസക്കാലം ഈ മനുഷ്യൻ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള നോമ്പ്, ആ വ്രതം അതിന്റെ പരിശുദ്ധിയോടുകൂടി പരിപൂർണമായി പടച്ച തമ്പുരാൻ സ്വീകരിക്കുക. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അദ്ദേഹത്തിന്റെ നോമ്പ് സ്വീകരിക്കപ്പെടാതെ നിൽക്കുന്നുവെന്നും ഫിത്ർ സക്കാത്തോടുകൂടി നോമ്പ് സ്വീകരിക്കുന്നു എന്നും ഹദീസിൽ കാണാം. അങ്ങനെ ഇബാദത്ത് ഭംഗിയാകാൻ ആവശ്യമായ ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് എന്താ കൊടുക്കേണ്ടത്? മുഖ്യാഹാരമാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം എന്താ? അരിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോ എന്താ നാട്ടിൽ നടക്കുന്നത്? കമ്മിറ്റിക്കാര് പള്ളിയിലുണ്ടാകും, അല്ലെങ്കിൽ മദ്രസയിലുണ്ടാകും, അല്ലെങ്കിൽ ഓഫീസിലുണ്ടാകും. പ്രദേശത്തുള്ള ജനങ്ങളെ വീടുകളിൽ നിന്ന് അരിയല്ല കൊടുത്തയക്കുന്നത്, പൈസയാണ് കൊടുത്തയക്കുന്നത്. പൈസ കൊണ്ടുപോയി കൊടുക്കുക കമ്മിറ്റിന്റെ അടുത്ത്, ഫിത്ർ സക്കാത്തിന് അരി വാങ്ങി കൊടുക്കാനുള്ള. ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ചോ? ഇല്ല, കാശാ ഏൽപ്പിച്ചത്, അരിയല്ല കൊടുത്തിട്ടുള്ളത്. അതും ചില പ്രദേശത്തൊക്കെ കാണാം, ചെറിയ പീക്കിരി മക്കളെടുത്ത്, എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികളെടുത്തൊക്കെ കൊട്ടയക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഫിത്ർ സക്കാത്താകുന്നില്ല, സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത് സക്കാത്താകുന്നില്ല.
ഇത് ആകാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇസ്ലാം ശരീഅത്ത് നിർണയിച്ച് പഠിപ്പിച്ചു തന്ന രൂപമല്ലാത്ത ഒരു പുതിയ രൂപം ജമാഅത്തും മുജാഹിദും കേരളത്തിൽ ഉണ്ടാക്കി, കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റികൾ മുഖേന വിതരണം ചെയ്യുക എന്നത്, അതിന് ബാഹ്യമായി ഭൗതികമായി എന്തെന്ത് ഉപകാരം ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ശരി, ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, റമദാൻ അവസാനിച്ചിട്ട് പെരുന്നാളിന്റെ ഫിത്റരി കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ആര് ജമാഅത്തുകാരന്റെ കമ്മിറ്റിയിലേക്ക് കൊടുത്തയച്ചത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കൊടുത്തയച്ചു പോയാൽ നിങ്ങളുടെ സക്കാത്ത് വീടില്ല. സക്കാത്ത് വീടണമോ? അത് നിങ്ങൾ ഒരു വീട്ടിൽ 10 അംഗങ്ങളുണ്ട്. ആ 10 അംഗങ്ങളുടെ ആ അരി എല്ലാവരും കൂട്ടിയിട്ട് ഒരു 5-6 കിറ്റുകളിലാക്കി, അല്ലെങ്കിൽ ഒരു 10 കിറ്റുകളിലാക്കി രാജ്യത്ത് ഈ അരി വാങ്ങാൻ അവകാശപ്പെട്ട ആരാണോ ഉള്ളതെന്ന് മനസ്സിലാക്കി അവരെടുത്ത് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുകൊടുത്തോ. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് സക്കാത്തിൽ അരി വാങ്ങാൻ വരുന്ന നാണക്കേടാണെങ്കിൽ ജനങ്ങളെ നടത്തണ്ട. എന്ത് നാണക്കേട്? ദുഞ്ഞാവ് മുഴുവൻ സക്കാത്ത് വാങ്ങാൻ നടക്കുന്ന ആളുകൾ.